നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കടൽക്കര വീണ്ടും ആരവങ്ങളിലേക്ക്. 1.5 മാസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി സമാപിക്കും. കുരുക്കഴിഞ്ഞ പഴയങ്ങാടിയിലെ ട്രാഫിക് പ്രശ്നത്തിന് പരിഹാരമായി ഗതാഗത പരിഷ്കാരം നിലവിൽ വന്നു. ഗുണകരമായത് MLAയുടെ ഇടപെടൽ. കൃഷിയിലെ 25 ആണ്ടിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം. പുളിങ്ങോം എടവരമ്പിലെ അമ്പാട്ട് ഏലിയാസിനാണ് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചത്. റേഷൻ കാർഡ് വിതരണം പൂർത്തീകരണത്തോടടുക്കുമ്പോഴും പരാതികൾക്ക് അവസാനമില്ല. കുറ്റൂർ മേനോൻകുന്ന് പട്ടികജാതി കോളനിയിലാണ് 10ഓളം കുടുംബങ്ങൾ സർക്കാർ വിലാസത്തിൽ സമ്പന്നരായത്. തൃക്കരിപ്പൂരിലെ മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ മണൽ ലോബിയുടെ കയ്യേറ്റ ശ്രമം. മനോരമ ലേഖകൻ TV ചന്ദ്രദാസിനു നേരെയാണ് കഴിഞ്ഞ ദിവസം കയ്യേറ്റ ശ്രമം നടന്നത്. അക്രമി സംഘത്തിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ. വാർത്തകൾ വിശദമായി. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി അവസാനിക്കും. മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഇനി അറുതിയാകും. 1.5 മാസക്കാലമായിരുന്നു നിരോധനം. കാര്യമായ പ്രതിഫലമൊന്നുമില്ലാതെ തന്നെ തൊഴിലാളികൾ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ബോട്ടുകൾ കടലിലിറക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ്. ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത 159 യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിൽ മിക്കവയും ഓഗസ്റ്റ് 1 തന്നെ കടലിലിറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികൃതർ കർശനമായ നിബന്ധനകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മത്സ്യബന്ധന ബോട്ടുകളുടെ തീരത്തോട് ചേർന്നുള്ള മത്സ്യബന്ധനം, നിരോധിത കണ്ണി വലിപ്പമുള്ള വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം, ഇരട്ടവള്ളങ്ങൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം ഇവയൊന്നും പാടില്ലെന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ TV സതീശൻ അറിയിച്ചു. തീരദേശ സംരക്ഷണത്തിന്റെ ഭാഗമായി ബോട്ടുകൾക്ക് കളർ കോഡും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് ബോട്ടുകളുടെ ഹള്ളിന് നീലനിറവും വീൽ ഹൗസിന് ഓറഞ്ച് നിറവും കൊടുക്കണം. ബോട്ടുകളുടെ എല്ലാ രേഖകളോടൊപ്പം തൊഴിലാളികളുടെ തിരിച്ചറിയൽ കാർഡ് അടക്കമുള്ള രേഖകളും ബോട്ടിൽ സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിയമങ്ങൾ പാലിക്കാത്ത ബോട്ടുകൾക്കും വള്ളങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് നീക്കം. സദാ തീരദേശ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും ബോട്ടുകളും വള്ളങ്ങളും. ഇത് സംബന്ധിച്ചുള്ള ദിനംപ്രതി മോണിറ്ററിംഗ് കാഞ്ഞങ്ങാട് ഫിഷറീസ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. ബോട്ടുകൾ 1 കടലിൽ ഇറങ്ങുന്നതോടെ മടക്കര മത്സ്യബന്ധന തുറമുഖം വീണ്ടും കൂടുതൽ സജീവമാകും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. റേഷൻ കാർഡ് വിതരണം പൂർത്തീകരണത്തോടടുക്കുമ്പോഴും പരാതികൾക്ക് അവസാനമില്ല. കുറ്റൂർ മേനോൻകുന്ന് പട്ടികജാതി കോളനിയിലാണ് 10ഓളം കുടുംബങ്ങൾ സർക്കാർ വിലാസത്തിൽ സമ്പന്നരായത്. ഒരു ദിവസത്തെ ജീവിതം തന്നെ തള്ളി നീക്കാൻ പാടുപെടുകയാണ് സർക്കാർ കണക്കിലെ ഈ സമ്പന്നർ. പുതിയ റേഷൻ കാർഡ് വിതരണം ജില്ലയിൽ ഏതാണ്ട് പൂർത്തീകരണത്തോടടുക്കുകയാണ്. എന്നാൽ റേഷൻ കാർഡിനെ ചൊല്ലി പരാതികൾ നാൾക്കുനാൾ കൂടുന്നതല്ലാതെ കുറയുന്നുമില്ല. ഒട്ടനവധി മാനദണ്ഡങ്ങളിലൂടെയും നടപടിക്രമങ്ങളിലൂടെയുമാണ് റേഷൻ കാർഡ് പുതുക്കലിന്റെ വിവരശേഖരണം ഇത്തവണ പൂർത്തീകരിച്ചത്. തുടർന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പ്രൂഫ് പരിശോധനയ്ക്കായി അതാത് റേഷൻ പീടികയിൽ അവസരമൊരുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്നു മുതൽ തുടങ്ങിയ പരാതി ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. പറഞ്ഞു മടുത്ത് ഒടുവിൽ നിങ്ങൾ ആരെ വേണമെങ്കിലും APLൽ നിന്ന് BPLലേക്ക് മാറ്റിക്കോ, പക്ഷേ നിർധനരെ ദയവു ചെയ്ത് APL ആക്കരുത് എന്നാണ് പൊതുജനാഭിപ്രായം. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കുറ്റൂർ മേനോൻകുന്നിൽ പട്ടികജാതി കോളനിയിലെ 10ഓളം കുടുംബങ്ങളാണ് സർക്കാരിന്റെ പുതിയ കണക്കിൽ സമ്പന്നരായത്. സർക്കാർ നിർദ്ദേശിക്കുന്ന APL മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ഇവരുടെ കാര്യത്തിൽ ഉണ്ടെങ്കിൽ എത്ര നന്നായേനെ. ജീവിത സാഹചര്യം മാത്രം കണ്ടാൽ മതി ഈ കുടുംബങ്ങളുടെ വിഭാഗം തീരുമാനിക്കാൻ. അല്ലാതെ വിദഗ്ധമായ ഒരു പരിശോധനയും ഇവരുടെ കാര്യത്തിൽ ആവശ്യമില്ല. എന്നിട്ട് പോലും എങ്ങനെ ഇത്തരം അപാകങ്ങൾ സംഭവിച്ചു എന്ന ചോദ്യത്തിന് ആർക്കാണ് മറുപടി നൽകാൻ കഴിയുക? ഇന്ന് നിലവിലുള്ള സർക്കാരാണ് നമ്മളെ BPL നിന്നും APL ലിസ്റ്റിലേക്ക് മാറ്റി എന്നുള്ള വിവരം ഇവിടെ വ്യാപകമായിട്ട് വ്യാപിച്ചിരിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം അതിന് സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു പങ്കും ഇല്ല എന്നുള്ള അവരെ ബോധ്യപ്പെടുത്തലും ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയപരമായ കാര്യമാണെന്നും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അത്രമാത്രമാണ് നമ്മുടെ എല്ലാവരും തൊഴിൽ മേഖല, നിർമ്മാണ മേഖലയിലും കർഷക തൊഴിലാളി മേഖലയിലും പണിയെടുത്ത് ജീവിക്കുന്ന ഉപജീവന മാർഗം നേടുന്ന എല്ലാ കുടുംബങ്ങളുമാണ്. ആരും സർക്കാർ ഉദ്യോഗത്തിൽപ്പെടുന്നവരൊന്നും നമ്മുടെ ഈ മേഖലകളിൽ ഈ ലിസ്റ്റിൽപ്പെട്ടവരും ആരുമില്ല. പ്രശ്നപരിഹാര നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞോ, അതോ റേഷൻ കാർഡ് ഇനി പഴയപടിയാക്കാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഈ നിർധന കുടുംബങ്ങൾ
അധികൃതർക്ക് മുന്നിൽ ഉയർത്തുന്നത്. എന്തുതന്നെയായാലും സർക്കാർ വിലാസം സമ്പന്നരായതുകൊണ്ട് തന്നെ സർക്കാർ തങ്ങളുടെ പരാതി ചെവിക്കൊള്ളുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പഴയങ്ങാടിയിലെ ട്രാഫിക് പ്രശ്നത്തിന് പരിഹാരമായി ഗതാഗത പരിഷ്കാരം നിലവിൽ വന്നു. KSTB റോഡിലെ പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കി. സ്ഥലം MLA TV രാജേഷിന്റെ ഇടപെടലാണ് ഗതാഗത പരിഷ്കരണത്തിന് വഴിയൊരുക്കിയത്. പഴയങ്ങാടിയിൽ ഗതാഗത പരിഷ്കാരം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. KSTB റോഡിലെ പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കി. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പഴയങ്ങാടി പെട്രോൾ പമ്പിന് സമീപം പേ പാർക്കിംഗ് സംവിധാനം ഒരുക്കി. രാവിലെ മുതൽ പഴയങ്ങാടി SI PB സജീവ്, ജനപ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഗതാഗതം നിയന്ത്രിച്ചു. ഗതാഗത പരിഷ്കരണവുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് പോലീസും ജനപ്രതിനിധികളും അഭ്യർത്ഥിച്ചു. പുതിയ പേ പാർക്കിംഗ് സംവിധാനം ഒരുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ ഇന്നു മുതൽ പേ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി മാറ്റാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇരുവശങ്ങളിലെ വാഹനങ്ങൾ മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MLA നേതൃത്വത്തിൽ വിപുലമായൊരു കമ്മിറ്റി വിളിച്ചു ചേർത്തുകൊണ്ട് ഈ പാർക്കിംഗ് ഒഴിവാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫുട്പാത്തിലെ കച്ചവടങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാണ് ചെയ്തിട്ടുള്ളത്. തികച്ചും സ്ഥിരമായിട്ടുള്ളൊരു സംവിധാനമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മാടായി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA അടക്കമുള്ള ആളുകൾ ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D വിമല, മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം SV അബ്ദുൾ റഷീദ്, വ്യാപാരി പ്രതിനിധി റഷീദ് പട്ടുവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജന്മശതാബ്ദി ആഘോഷവും BJP തൃക്കരിപ്പൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷനും തൃക്കരിപ്പൂർ KMK ഹാളിൽ നടന്നു. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ CPM ഉന്മൂലന സിദ്ധാന്തമാണ് നടപ്പാക്കുന്നത്. തിരുവനന്തപുരത്തെ അക്രമത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കേരളത്തിന്റെ ക്രമസമാധാനം പാടെ തകർന്നിരിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടു. നിഷ്കർഷണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് ഇന്ന് ഏതാണ്ട് പ്രാവർത്തികമായിട്ട് നടപ്പിലാക്കിയതുപോലുള്ള ഒരു സാഹചര്യമാണ് ഭാരതത്തിൽ കാണുന്നത്. മറ്റൊരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. ആ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അന്ന് ദീൻദയാൽ ഉപാധ്യായ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം കോൺഗ്രസിന്റെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണിയും അടിക്കുമെന്ന് പറഞ്ഞ CPM കോൺഗ്രസിന്റെ പിന്തുണയോടെ രാജ്യസഭയിലെത്താൻ സ്വന്തം പാർട്ടിയിൽ വോട്ടിടേണ്ട കേടിലാണെന്നും അഡ്വക്കേറ്റ് ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു. ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ, സംസ്ഥാന കൗൺസിൽ അംഗം T കുഞ്ഞിരാമൻ, ജില്ലാ സെക്രട്ടറി വാളൽ കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് M ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. വെങ്ങാട്ട് കുഞ്ഞിരാമൻ സ്വാഗതവും PU വിജയകുമാർ നന്ദിയും പറഞ്ഞു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തെളിമ പദ്ധതിയുടെ ഭാഗമായി ശേഖരിച്ച മാലിന്യം കണ്ണാടിപ്പൊയിലിൽ കുന്നുകൂടി കിടക്കുന്നു. മാലിന്യം കാരണം ഈ പ്രദേശത്ത് കൊതുക് ശല്യവും വർദ്ധിച്ചിരിക്കുന്നു. മാലിന്യ വാർത്തകൾ കണ്ടും കേട്ടും മടുത്തുകാണും പ്രേക്ഷകർക്ക്. പക്ഷേ മാലിന്യക്കൂനകൾ നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുമ്പോൾ അവർക്ക് പ്രതിഷേധിക്കാതെ വയ്യ. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കണ്ണാടിപ്പൊയിലിൽ മാലിന്യം കുന്നുകൂടിയിരിക്കുന്നത് കണ്ടാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകും. വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്ന പദ്ധതിയാണ് തെളിമ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തെളിമ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇക്കാണുന്ന ചാക്കുകെട്ടുകളിൽ കുത്തിനിറച്ച് മാലിന്യങ്ങൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. കൊതുകുകൾക്ക് വളരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. വെള്ളം കെട്ടിക്കിടക്കുന്ന പഴകിയ ചെരുപ്പുകളിലൊക്കെ കൊതുകുകൾ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞു. മാസങ്ങളോളം ഈ വേസ്റ്റ് കിട കൊണ്ടിട്ടിട്ട് ഒരുപാട് കാലമായി ഇവരോട് പറയുന്ന, ആരോട്, പഞ്ചായത്തുകാരോട് പറയുന്നു ഇതൊന്ന് കൊണ്ടുപോകണമെന്ന്. ഇതുവരെ ഇത് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അതിൽ നല്ലതെല്ലാം എടുത്ത് കൊണ്ടുപോയി മോശം സാധനം ഇവിടെ വെച്ചിട്ട് നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെരുന്തട്ടക്കാർക്ക് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ കുളിക്കാനോ മറ്റുള്ള ഒരു കാര്യത്തിനും ഈ വേസ്റ്റ് കിട ഇട്ടത് കൊണ്ട് പറ്റുന്നില്ല. പെരുന്തട്ടക്കാരും പഞ്ചായത്തുകാരോട് പരാതി പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാരും പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഇത് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഇനിയെങ്കിലും ഇത് ഉടനടി കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് നാട്ടുകാരടക്കം ഇത് ചുട്ട് ചാമ്പലാക്കും എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ തീരുള്ളൂ. പോളിത്തീൻ കവറുകളടക്കം കുത്തിനിറച്ച ചാക്കുകളുടെ വലിയ കൂമ്പാരം തന്നെ ഇവിടെയുണ്ട്. മാസങ്ങളായി ഈ മാലിന്യ കൂമ്പാരം ഇവിടെ തള്ളിയിട്ട് പെരുന്തട്ട നിവാസികൾക്ക് ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിലാണ്. മാലിന്യം തള്ളാൻ കാണിച്ച ഉത്സാഹമൊന്നും നീക്കം ചെയ്യാൻ കാണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.
കണ്ണാടിപ്പോയിൽ നമ്മുടെ ഇവിടെ ഈ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് ഇപ്പം ഏകദേശം 5-6 മാസമായി. അവർ പിന്നെ പെട്ടെന്ന് എടുക്കുന്ന പറഞ്ഞാണ് അവർ ആ വേസ്റ്റ് കൊണ്ട് ഇട്ടത് ആദ്യം. പിന്നെ മെമ്പറുടെ അടുത്ത് നമ്മൾ സംസാരിച്ചു. മെമ്പർ പറഞ്ഞു എടുക്കാമെന്ന് പറഞ്ഞു. മഴയ്ക്ക് മുമ്പ് കുറച്ച് വേസ്റ്റ് അവർ നല്ല വേസ്റ്റ് നോക്കി മാത്രം എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം ഇപ്പം ഏകദേശം 2-3 മാസമായിട്ട് തന്നെ ഈ വേസ്റ്റ് ഇവിടെ ഇങ്ങനെ ബാക്കിയായിട്ട് കിടക്കുകയാണ്. അത് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. കൊതുക് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം തന്നെ മാലിന്യവിമുക്തം എന്ന് പറഞ്ഞിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അതിപ്പം ഈ രീതിയിലാണ് എന്ത് മാലിന്യവിമുക്തമെന്ന് അറിയുന്നില്ല. കാരണം ഇതിവിടെ ഇട്ടിട്ട് ജനങ്ങൾക്ക് മുഴുവൻ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ നടപടി സ്വീകരിച്ച് ഈ സാധനം ഇവിടുന്ന് മാറ്റിക്കൊണ്ട് പോകണമെന്നാണ് നാട്ടുകാരനായ എൻ്റെ ഒരു അഭിപ്രായം. മാലിന്യമുക്ത പഞ്ചായത്ത് എന്നത് പേരിൽ മാത്രം ഒതുങ്ങുമ്പോൾ ഈ ചവറ്റുകൂന ഉടൻ നീക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പച്ചക്കറി കൃഷിയിൽ 1/4 നൂറ്റാണ്ട് തികഞ്ഞപ്പോൾ ഏലിയാസിനെ തേടി അംഗീകാരമെത്തി. മികച്ച പച്ചക്കറി കർഷകനായി കണ്ണൂർ ജില്ലയിൽ നിന്ന് രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട പുളിങ്ങോം എടവരമ്പിലെ അമ്പാട്ട് ഏലിയാസിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തിനോക്കാം. എല്ലാവരും മഴക്കാലത്ത് പച്ചക്കറി വിളവെടുക്കാറില്ല. കാരണം വിളവ് വളരെ കുറയും. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ ബാധിക്കുകയും ചെയ്യും. എന്നാൽ ഈ കർഷകൻ നേരെ തിരിച്ചാണ്. മഴക്കാലത്താണ് കൃഷി ഇറക്കി വിളവെടുക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ സമയം പച്ചക്കറികൾ കുറയുകയും വില കൂടുകയും ചെയ്യും. ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഏകദേശം 8 ഏക്കറോളം സ്ഥലത്താണ് ഇദ്ദേഹം പച്ചക്കറി കൃഷി ഇറക്കിയിട്ടുള്ളത്. വീടും പറമ്പുമായി ഇയാൾക്ക് ആകെയുള്ളത് 1 ഏക്കർ സ്ഥലം മാത്രമാണ്. അതിൽ റബ്ബറും തെങ്ങും മറ്റ് വിളകളും. ജലസമൃദ്ധിയുള്ള പ്രദേശങ്ങളിൽ സ്ഥലം പാട്ടത്തിനടുത്താണ് ഇദ്ദേഹത്തിന്റെ കൃഷി. തരിശുഭൂമിയിലാണ് ഇദ്ദേഹം പൊന്നു വിളയിക്കുന്നത്. പാട്ടത്തുകയ്ക്ക് പകരം റബ്ബർ മരങ്ങൾ വച്ചുപിടിപ്പിച്ച് നൽകും. അങ്ങനെ 6ഓളം സ്ഥലങ്ങളിലായി 8 ഏക്കർ സ്ഥലം. ആദ്യ വർഷം കുമ്പളം, നരമ്പൻ, പാവൽ, പയർ, മത്തൻ, കക്കിരി, വെള്ളരി എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. പയർ, പാവൽ തുടങ്ങി പന്തൽ വേണ്ടവയ്ക്ക് കൊച്ചിയിൽ നിന്ന് ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് വലയുണ്ടാക്കുന്ന നൂലുകളാണ് ഇദ്ദേഹം ഉപയോഗിച്ചു വരുന്നത്. പൂർണ്ണമായും ജൈവകൃഷി അവലംബിക്കാതെ രാസവളവും ജൈവവളവും ഇദ്ദേഹം ഉപയോഗിക്കാറുണ്ടത്രേ. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്താൽ നഷ്ടത്തിലേക്ക് കലാശിക്കൂ എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. ഒരു വർഷം പച്ചക്കറി ഇട്ട് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ഏത്തവാഴ കൃഷിയാണ് നടത്തുക. പച്ചക്കറി എടുക്കുന്ന വളാംശം വാഴയ്ക്ക് ലഭിക്കുന്നതിനാൽ തന്നെ നല്ല വിളവുണ്ടാവുകയും ചെയ്യും. പ്രതിദിനം ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ 8 പേർ ജോലി ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം 10 ലക്ഷത്തിലധികം രൂപയുടെ പച്ചക്കറി വിൽപ്പന നടത്താൻ സാധിച്ചതായി ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. മഴക്കാലമായതുകൊണ്ടാണ് ഇങ്ങനെ ഏരിയൊക്കെ എടുത്തിട്ട് എന്നിട്ട് വെള്ളം കെട്ടി നിൽക്കാതെ മഴക്കാലത്തെ കൃഷി നമ്മൾ ചെയ്യുന്നതിനെല്ലാം എല്ലാം ചെറിയ കൂടങ്ങളും ഇതെല്ലാം ആക്കിയിട്ടാണ് നല്ല വെള്ളം ഒട്ടും കെട്ടി നിൽക്കാത്തത്. എന്നിട്ട് കിടത്തൊരു 2.5 ആകുമ്പോഴത്തേക്ക് വളപ്രയോഗം. അധികം ഉപയോഗിക്കുന്ന പിണ്ണാക്കും പച്ചച്ചാണകവും പിടിപ്പിച്ചാണ് അധികം ഇത് ചെയ്യുന്നത്. രാസവളം ഒരു പേറ്റ് മാത്രം കുറച്ച് കൊടുക്കും. കൂടാതെ ഇത്രയും പറ്റിയ കൃഷി വിജയിച്ച് കിട്ടുകയില്ല. അതുകൊണ്ട് രാസവളം ചെറിയ തോതിൽ ചെയ്യും. ഇതിപ്പം നമ്മൾ ഓണത്തിൻ്റെ വിപണി കണക്കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഒരു 45 ദിവസം കൊണ്ട് ഇത് കായം. ഇതിന് നമ്മൾ ഇതിൽ നിന്ന് നെറ്റ് നിലത്തോട്ട് ഇറക്കിയിട്ടാണ് നെറ്റെ കയറ്റി വിടുകയും മൊത്തം 12 മൊത്തം വ്യാപിച്ച് ഇതിൻ്റെ നിലവിലിപ്പം 6 ഏക്കർ സ്ഥലത്ത് നമ്മൾ കൃഷി ഇറക്കിക്കൊണ്ട് നട്ടുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഒരു പറമ്പായിട്ട് ഇതുപോലെ 4 പറമ്പ് കൂടെ ഉണ്ട് കൃഷി ചെയ്യുന്നത്. പിന്നെ പയറിൻ്റെ മാത്രം പണി നടാൻ തുടങ്ങിയതേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനവും നട്ട് പാവലടക്കം 8 ഐറ്റം സാധനം ഇപ്പം നട്ടിട്ടുണ്ട്. കക്കിരി, വെള്ളരി, പാവല്, പടവലം, നരമ്പൻ, മത്ത, പയർ. പണിക്കൂലിയും എല്ലാ ചെലവുകളും കഴിഞ്ഞ് 3 ലക്ഷം രൂപയോളം ലാഭമുണ്ടായിരുന്നു അത്രേ. ചെറുപുഴ കൃഷി ഓഫീസർ ജയരാജൻ നായരും പഞ്ചായത്തും തനിക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും സഹായങ്ങളും നൽകി വരുന്നതായാണ് ഇദ്ദേഹം പറയുന്നത്. തനിക്ക് ഈ അംഗീകാരം ലഭിക്കാനുള്ള കാരണവും ഇവരുടെ പ്രോത്സാഹനമാണെന്നും ഇദ്ദേഹം പറയുന്നു. ഭാര്യ ലൈസമ്മ സദാസമയവും ഏലിയാസിനെ സഹായിക്കാറുമുണ്ട്. 2 മക്കളും വിദ്യാർത്ഥികളായതിനാൽ തന്നെ അവധി ദിനങ്ങളിലാണ് ഇവർ കൃഷിയുടെ ഭാഗമാവുക. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. തൃക്കരിപ്പൂരിലെ മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ മണൽ ലോബിയുടെ കയ്യേറ്റ ശ്രമം. മനോരമ ലേഖകൻ TV ചന്ദ്രദാസിന് നേരെയാണ് കഴിഞ്ഞ ദിവസം കയ്യേറ്റ ശ്രമം നടന്നത്.
ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള മനോരമ സബ് ബ്യൂറോയിൽ ഞായറാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. മണൽകടത്ത് വാർത്തയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനെന്ന വ്യാജേന എത്തിയ 6-അംഗ സംഘം അസഭ്യം പറയുകയും ഫർണിച്ചർ വലിച്ചെറിഞ്ഞ് കയ്യേറ്റത്തിന് മുതിരുകയും വധഭീഷണി മുഴക്കിയതായുമാണ് പരാതി. ഇതിനിടയിൽ ചന്ദ്രദാസിന്റെ ഒരു സുഹൃത്ത് മുറിയിലെത്തിയതോടെ സംഘം രക്ഷപ്പെടുകയായിരുന്നു അത്രേ. 6-അംഗ സംഘം മുറിയിലേക്ക് കയറി വരുന്ന ദൃശ്യം സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പ്രതികളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ തൃക്കരിപ്പൂർ പ്രസ് ഫോറം ചന്ദര പോലീസിൽ പരാതി നൽകി. ഇത് ഒരു സൂചനയാണെന്നും ഇനിയും വാർത്തകൾ ചെയ്യാനിറങ്ങിയാൽ ബാക്കി കാണില്ലെന്നും ഭീഷണിപ്പെടുത്തിയാണ് സംഘം മടങ്ങിയതെന്നാണ് അറിയുന്നത്. മണൽകടത്ത് അവസരമൊരുക്കാൻ തെരുവുവിള കണക്കുന്ന സംഘത്തെക്കുറിച്ച് മനോരമയിൽ വന്ന വാർത്തയാണ് അക്രമ സംഭവത്തിന് കാരണം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുണിയൻ പുഴയോരത്ത് മാലിന്യം തള്ളുന്നത് വ്യാപകമാകുന്നു. പുഴയോരത്തായതുകൊണ്ട് തന്നെ ദൂരവ്യാപകമായ ഫലങ്ങളാണ് നാടിനെ കാത്തിരിക്കുന്നത്. ജൈവവൈവിധ്യം കൊണ്ട് സമ്പന്നമായ കുണിയൻ പുഴയും പരിസര പ്രദേശങ്ങളും മാലിന്യം തള്ളുന്ന കേന്ദ്രങ്ങളാവുകയാണ്. കുണിയൻ മുങ്ങംപാലത്തിനും കാറമൽ റോഡിനും ഇടയിലുള്ള സ്ഥലങ്ങളിലാണ് വ്യാപകമായ തോതിൽ മാലിന്യം തള്ളുന്നത്. വീടുകളിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയാണ് ഇവിടെ കൊണ്ട് തള്ളുന്നത്. പുഴയോരത്തുള്ള താഴ്ന്ന സ്ഥലങ്ങളിൽ തള്ളുന്ന മാലിന്യം ഒഴുകി കുണിയൻ പുഴയിലേക്കാണ് എത്തുന്നത്. കുണിയനിലെ ഒട്ടേറെ കുട്ടികളും നാട്ടുകാരും കുളിക്കാനായി കുണിയൻ പുഴയെയാണ് ആശ്രയിക്കുന്നത്. കൂടാതെ അപൂർവം സസ്യങ്ങളും മത്സ്യങ്ങളും കൊണ്ട് സമ്പന്നമാണ് കുണിയൻ പുഴ. കുണിയനിലെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കുണിയൻ മുങ്ങംപാലത്തിന് സമീപം മദ്യപാനം വ്യാപകമാകുന്നതായും പരാതിയുണ്ട്. രാത്രിയാകുന്നതോടെ പുഴക്കരയിലേക്ക് ചെറുസംഘങ്ങളായി മദ്യപന്മാരെത്തുന്നു. ഇവർ പുഴയിലേക്കാണ് ഒഴിഞ്ഞ കുപ്പികൾ വലിച്ചെറിയുന്നതെന്നും പറയപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. നല്ലതിനായി വിശക്കൂ എന്ന് പരസ്യവാചകം നൽകി ഉപഭോക്താവിന് കത്തിയെരിഞ്ഞ ബീഡിക്കുറ്റി നൽകിയാൽ എങ്ങനെയിരിക്കും? പാടിച്ചാലിലെ രാജനാണ് ഈസ്റ്റേൺ തൈരുമുളകിന്റെ പാക്കറ്റിൽ ബീഡിക്കുറ്റി കൂടി നൽകിയത്. കഴിഞ്ഞ ജൂലൈ 13-ന് ചെറുപുഴ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് പാടിച്ചാലിലെ രാജൻ ഒരു തൈരുമുളക്, അതായത് നമ്മുടെ മുളക് കൊണ്ടാട്ടം വാങ്ങിയത്. നോക്കിയപ്പോൾ പാക്കറ്റിൽ വലിച്ചു തീർത്ത ഒരു ബീഡിക്കുറ്റി കണ്ടപ്പോൾ പാക്കറ്റ് ഒന്നുകൂടി നോക്കി. താൻ വാങ്ങിയ ബ്രാൻഡ് മാറിപ്പോയോ എന്ന്. പക്ഷേ കമ്പനിയും ബ്രാൻഡുമൊക്കെ അതുതന്നെ. ബീഡിക്കുറ്റിയെക്കുറിച്ച് സപ്ലൈകോയിൽ അറിയിച്ചപ്പോൾ ഈസ്റ്റേൺ കമ്പനിയുടെ കോൺടാക്ട് നമ്പർ ലഭിച്ചു. വിളിച്ചപ്പോൾ ലഭിച്ച മറുപടി കേട്ടപ്പോൾ മുളക് കൊണ്ടാട്ടം വാങ്ങിയതേ തെറ്റാണെന്ന് തോന്നിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം ചെറുപുഴ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഈസ്റ്റേണിൻ്റെ കൊണ്ടാട്ടം പറഞ്ഞാണ് ഇത് വീട്ടിലെത്തിയ ശേഷം പൊളിച്ച് ഉപയോഗിക്കാൻ നോക്കുമ്പോൾ പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒരു ബീഡിക്കുട്ടി അതിൽ കണ്ടു. അത് കണ്ടത് എൻ്റെ ചെറിയ മോനായിരുന്നു. അന്നേരം തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഞാൻ അത് പൊളിക്കാതെ ഇവിടെ വെക്കുകയും ഞാൻ ആ കമ്പനിയായിട്ട് ആ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കമ്പനി നമ്പർ വാങ്ങിച്ച് അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ എന്നെ ഒരു പരിഹാസ കഥാപാത്രം പോലെ സൃഷ്ടിക്കുകയാണുണ്ടായത്. അതിനുശേഷമാണ് ഞാൻ പയ്യന്നൂർ നെറ്റ്വർക്കിൽ വന്നിട്ട് ഇത് കംപ്ലയിൻറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നത്. ഊണിനൊപ്പം മുളക് കൊണ്ടാട്ടം കൂടിയാവട്ടെ എന്നൊരു ആഗ്രഹമേ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. കൂടെ കിട്ടിയ ബീഡിക്കുറ്റിയാണ് കുഴപ്പമുണ്ടാക്കിയത്. ഇതിനായിരുന്നോ വിശക്കൂ എന്ന് പറഞ്ഞ് പരസ്യം ചെയ്തത്? ഭക്ഷണ സാധനങ്ങളുടെ സംശുദ്ധി പരിശോധിക്കാതെ പിന്നെ എങ്ങനെ ഇന്ത്യയിലെ നമ്പർ 1 ആയി? മുളക് കൊണ്ടാട്ടവുമായി ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനാണ് രാജന്റെ തീരുമാനം. സംസ്കൃതി മാടായി സംഘടിപ്പിക്കുന്ന മാടായി ജലോത്സവം സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം പഴയങ്ങാടിയിൽ നടന്നു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കായംകുളത്തും ആറന്മുളയിലും ഒക്കെ നടക്കുന്നത് പോലെയുള്ള വലിയ ചുണ്ടൻ വള്ളങ്ങൾ അണിനിരക്കുന്ന വലിയ വള്ളംകളിയിലേക്ക് നമുക്ക് ഭാവിയിൽ പോകാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിക്കുന്ന, ഹരം കൊള്ളിക്കുന്ന ഒന്നാണ് വള്ളംകളി മത്സരം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓരോ വർഷം കഴിയുന്തോറും കാണികളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം 10,000-കണക്കിന് ആളുകളാണ് നമ്മുടെ വള്ളംകളി മത്സരം കാണാൻ ഈ പഴയങ്ങാടി എത്തിച്ചത്. സെപ്റ്റംബർ 10-ന് പഴയങ്ങാടി പുഴയിൽ നടക്കുന്ന മാടായി ജലോത്സവം വൻ വിജയമാക്കുന്നതിന്റെ ഭാഗമായാണ് സംഘാടക സമിതി ഓഫീസ് പഴയങ്ങാടിയിൽ തുറന്നത്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജലോത്സവം നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. മാടായിയുടെ സാംസ്കാരികപരമായ മുന്നേറ്റമാണ് ജലോത്സവത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പഴയങ്ങാടിയിൽ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. യാവിദ, SV അബ്ദുൾ റഷീദ്, KV രാമചന്ദ്രൻ മാസ്റ്റർ, പവനൻ മൂലക്കിൽ, PV അബ്ദുള്ള, PM ഹനീഫ, പവിത്രൻ കുഞ്ഞിമംഗലം, K ശ്രീനിവാസൻ, P ജനാർദ്ദനൻ, PK നാരായണൻകുട്ടി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
നവാഗതർക്ക് സ്വാഗതമോദി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് തൃക്കരിപ്പൂർ ഇ കെ നായനാർ മെമ്മോറിയൽ പോളിടെക്നിക്കിൽ സംഘർഷം. 2 UDSF പ്രവർത്തകരെ പരിക്കുകളോടെ തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയാണ് തൃക്കരിപ്പൂർ ഇ കെ നായനാർ പോളിടെക്നിക് കോളേജിൽ നിന്നും മർദ്ദനമേറ്റ പരിക്കുകളോടെ വിദ്യാർത്ഥികളായ അബ്ദുൾ അസീസ്, മുഹമ്മദ് ആഷിഖ് എന്നിവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പേനാക്കത്തി ഉപയോഗിച്ച് കൈയിലും കഴുത്തിലും മുറിവേൽപ്പിച്ചതായി ഇവർ പറഞ്ഞു. ഫസ്റ്റ് ഇയർ പ്രമാണിച്ച് UDSFിൻ്റെ പേരിൽ നവാഗതർക്ക് സ്വാഗതം ഫ്ലക്സ് കോളേജിൻ്റെ മുമ്പിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. കോളേജിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് തന്നെ SFI പ്രവർത്തകർ ചേർന്നിട്ട് നിങ്ങൾ ഈ കോളേജിലേക്ക് പഠിക്കലുണ്ടാവില്ല, ഇവിടെ നിങ്ങളിവിടെ പഠിക്കാൻ പറ്റില്ല, കുന്നുകളിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചതാണ്. അഞ്ചുകൊണ്ട് തേക്കും പിന്നെ ഇവിടത്തേക്കും പിന്നെ ബ്ലേഡ് കൊണ്ട് കൈക്കൊക്കെ മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു. SFI വിദ്യാർത്ഥികളാണ് അക്രമത്തിന് പിന്നിലെന്നും ഇവർ ആരോപിച്ചു. UDSF വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. വിവരമറിഞ്ഞ് KSU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് നോയൽ ജോസും മറ്റു നേതാക്കളും ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. സംഭവത്തെ നോയൽ ജോസ് അപലപിച്ചു. ഇന്ന് 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം അരുളിക്കൊണ്ട് UDSFിൻ്റെ KSUവിൻ്റെയും MSFിൻ്റെയും പ്രവർത്തകന്മാർ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ടി മുന്നോട്ട് പോയ UDSFിൻ്റെ പ്രവർത്തകന്മാരെ വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും മുൻപൊരിക്കലും കാണാത്ത രീതിയിൽ പോളിടെക്നിക് കോളേജിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു രീതിയിൽ മാരകായുധങ്ങളുമായി അവർ ആക്രമിക്കുകയും കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടക്കാവ് പോളിടെക്നിക് കോളേജിനകത്ത് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമൂഹത്തിന് ഭൂഷണമല്ല എന്ന് SFI ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് കോളേജിൽ സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കണമെന്നാവശ്യപ്പെട്ട് KSU നേതാവ് നോയൽ ജോസിന്റെ നേതൃത്വത്തിൽ പോളിടെക്നിക് പ്രിൻസിപ്പാളിനെ സന്ദർശിച്ചു. അതുകൊണ്ട് പോലീസിന് ചെയ്യേണ്ടത് രീതി നമ്മൾ അങ്ങോട്ട് കൊണ്ടിട്ടുണ്ട്. ഇവിടെ അടിയന്തരമായിട്ട് എൻക്വയറി കമ്മിറ്റിയാക്കി പിന്നെ എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളത് അവർ തീരുമാനിച്ചു. പ്രിൻസിപ്പൾ ഇല്ല, ഇപ്പൊ ചാർജാണ് എനിക്ക്. എന്തായാലും നമ്മൾ കമ്മിറ്റി ഫോം ചെയ്തിട്ട് ഇന്ന് തന്നെ അതിന്റെ മെമ്പേഴ്സിനെ അറിയിച്ച് നമ്മൾ മീറ്റിംഗ് കൂടാൻ പോകും. കോൺഗ്രസ് നേതാക്കളായ P. കുഞ്ഞിക്കണ്ണൻ, രജിഷ് ബാബു, മുസ്ലിം ലീഗ് നേതാവ് VK ബാവ തുടങ്ങിയവർ പ്രിൻസിപ്പലോട് SFI പ്രവർത്തകർ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കാത്തതിനെക്കുറിച്ചും സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ കോളേജ് ക്യാമ്പസിലെത്തിയ കാർ വിദ്യാർത്ഥികൾ ഉപരോധിച്ചു. തൃക്കരിപ്പൂർ ഇ കെ നായനാർ പോളിടെക്നിക്കിൽ MSF വിദ്യാർത്ഥികളെത്തിയ കാറാണ് SFI വിദ്യാർത്ഥികൾ തടഞ്ഞത്. തിങ്കളാഴ്ച കോളേജിലുണ്ടായ സംഘർഷത്തിനിടയിൽ കോളേജ് ക്യാമ്പസിൽ നമ്പറില്ലാതെ എത്തിയ കാറാണ് ദുരൂഹതയാരോപിച്ച് SFI വിദ്യാർത്ഥികൾ ഉപരോധിച്ചത്. നിലത്തിരുന്ന് മുദ്രാവാക്യം വിളിച്ചും കാറിൽ മാരകായുധങ്ങളുണ്ടെന്ന് ആരോപിച്ചും ഉപരോധിച്ചതോടെ ചന്ദര പോലീസിന്റെ നേതൃത്വത്തിൽ കാറിൽ വന്ന MSF വിദ്യാർത്ഥികളെ വിളിച്ച് കാറിലുള്ളതെല്ലാം നീക്കി പരിശോധിച്ചു. തുടർന്ന് കാർ സ്റ്റേഷനിലെത്തിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. NBSന്റെ പയ്യന്നൂർ പുസ്തകോത്സവത്തിന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ തുടക്കമായി. C. കൃഷ്ണൻ MLA പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 9 വരെയാണ് പുസ്തകോത്സവം. പുസ്തകങ്ങൾ പരമാവധി വില കുറച്ച് വായനക്കാരിലെത്തിക്കുക എന്ന പ്രധാന ഉദ്ദേശത്തോടെയാണ് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനം C. കൃഷ്ണൻ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുസ്തക വിതരണം T. മധുസൂദനൻ നിർവഹിച്ചു. P. അപ്പുക്കുട്ടൻ മാസ്റ്റർ, പ്രൊഫസർ B. മുഹമ്മദ് അഹമ്മദ്, V. ബാലൻ, KT സഹദുള്ള, K. ശിവകുമാർ, PK സുരേഷ് കുമാർ, GD നായർ, AK ശ്രീജ, ജിജോ മുരളി, A. അശോകൻ എന്നിവർ സംസാരിച്ചു. NBS പ്രസിദ്ധീകരിച്ച മൂലധനം 50% ഡിസ്കൗണ്ടിൽ 1440 രൂപയ്ക്ക് മേളയിൽ ലഭ്യമാകും. ശബ്ദധാരാവലി 900 രൂപയ്ക്കും മേളയിൽ ലഭ്യമാകും. അതുപോലെ 300 രൂപ വിലയുള്ള രാമായണം മേളയിൽ 200 രൂപയ്ക്കും ലഭിക്കും. ഇവയൊക്കെ മേളയുടെ ആകർഷകമാണെന്നും സംഘാടകർ അറിയിച്ചു. മലയാള പുസ്തകങ്ങൾക്കൊപ്പം തന്നെ ഇംഗ്ലീഷ് പുസ്തകങ്ങളും വിലക്കുറവിൽ ലഭിക്കുന്നതാണ്. ദിവസവും രാവിലെ 9 മണി മുതൽ 7:30 വരെയാണ് പ്രദർശന സമയം. ആഗസ്റ്റ് 9 മേള സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ പ്രേംചന്ദിന്റെ ഓർമ്മ പുതുക്കി കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രേംചന്ദ് ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ S. സജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു.
ജൂലൈ 31 പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ പ്രേംചന്ദിന്റെ ജന്മദിനം. ഇതിനോടനുബന്ധിച്ച് കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹിന്ദി വേദിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ പ്രേംചന്ദ് ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി നടന്ന ഹിന്ദി പ്രദർശനം ശ്രദ്ധേയമായി. വിവിധ എഴുത്തുകാരുടെ ചിത്രങ്ങളും പുസ്തകങ്ങളും പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു. പ്രദേശത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും പ്രദർശനം കാണാനെത്തി. പരിപാടിയുടെ ഉദ്ഘാടനം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ എസ് സജിത് കുമാർ നിർവഹിച്ചു. പരിപാടിയിൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും PTA അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. KSTA കരിവള്ളൂർ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കൂക്കാനം ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പൊതുവിദ്യാഭ്യാസ സദസ് സംഘടിപ്പിച്ചു. M. മഹേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മൺസൂൺ ഫെസ്റ്റ് ഓഗസ്റ്റ് 6 ഗാന്ധി പാർക്കിൽ നടക്കും. തിരുവനന്തപുരം ഭാരത് ഭവന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫെസ്റ്റിന്റെ ഭാഗമായി 10ഓളം സംസ്ഥാനങ്ങളിലെ കലാകാരന്മാർ വൈവിധ്യങ്ങളായ നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ഹാളിൽ നടന്നു. ഓഗസ്റ്റ് 6 വൈകുന്നേരം 6 മണി മുതലാണ് ഗാന്ധി പാർക്കിൽ പരിപാടികൾ ആരംഭിക്കുക. രാജ്യത്തെ 140 കലാകാരന്മാർ വിവിധ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങൾ അവതരിപ്പിക്കും. ആസാമിന്റെ കലാരൂപങ്ങളായ മാധുരി ആൻഡ് ദിൽസ, വീരനാട്യം, ബിഷു എന്നിവയും ഉത്തർപ്രദേശിന്റെ മയൂർ ഹോളി, പഞ്ചാബിന്റെ ബംഗ്ര ഡാൻസ്, തമിഴ്നാടിന്റെ കരകാട്ടം, കാവടി, ഗുജറാത്തിന്റെ സിദ്ധി ദമൽ തുടങ്ങി വൈവിധ്യമാർന്ന നൃത്തരൂപങ്ങൾ ആസ്വാദികർക്ക് വിരുന്നാവും. സംഘാടക സമിതി യോഗത്തിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കവൽ അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ, ശിവകുമാർ, KU വിജയകുമാർ, ബാലകൃഷ്ണ പൊതുവാൾ, വിജയൻ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. രണ്ടു മാസത്തോളമായി കണ്ടോത്ത് നടന്ന നീന്തൽ പരിശീലന പരിപാടി സമാപിച്ചു. കണ്ടോത്ത് പയ്യഞ്ചാൽക്കുളം പരിസരത്ത് നടന്ന സമാപന ചടങ്ങിൽ പാരമ്പര്യ കർഷകനും നാടക കലാകാരനുമായ PU കമ്മാര പൊതുവാൾ മുഖ്യാതിഥിയായി. കണ്ടോത്ത് പയ്യഞ്ചാൽക്കുളത്തിലാണ് കഴിഞ്ഞ 2.5 മാസത്തോളമായി ജനകീയ നീന്തൽ പഠന ക്യാമ്പ് നടന്നുവന്നത്. 30ഓളം കുട്ടികളാണ് നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്തത്. വേണുവിന്റെ ശിക്ഷണത്തിലാണ് കുട്ടികൾ നീന്തൽ പരിശീലിച്ചത്. സമാപന ചടങ്ങിൽ പാരമ്പര്യ കർഷകനും നാടക കലാകാരനുമായ PU കമ്മാര പൊതുവാൾ മുഖ്യാതിഥിയായി. നീന്തൽ പരിശീലകൻ വേണുവിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സംഘാടക സമിതി ചെയർമാൻ കരിപ്പത്ത് ദിനേശൻ, K. രഘു, U. സജിത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് യൂണിറ്റ് ഉദ്ഘാടനവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സ്കൂളിൽ നടന്നു. C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചിട്ടുള്ള സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം. അതോടൊപ്പം തന്നെ ഇത്തവണ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം. വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ അധ്യയന വർഷത്തിൽ പാഠ്യേതര മേഖലകളിൽ കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. യൂണിറ്റിന്റെ ഉദ്ഘാടനം C. കൃഷ്ണൻ MLA നിർവഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. വിജയികൾക്കുള്ള ഉപഹാര വിതരണവും C. കൃഷ്ണൻ MLA നിർവഹിച്ചു. SPC യൂണിഫോം വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം ജാനകി ടീച്ചർ നിർവഹിച്ചു. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. നളിനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപകൻ P. ഭരതൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MTP നൂറുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോമളവല്ലി, പഞ്ചായത്ത് അംഗങ്ങളായ PN മനോജ്, KV മോഹനൻ, VV വിജയൻ, തളിപ്പറമ്പ DEO ത്രേസ്യാമ ജോസഫ്, പയ്യന്നൂർ CI MP ആസാദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പുതിയങ്ങാടിയിൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും തകർത്ത് ഭണ്ഡാരവും കവർന്ന് മോഷണം. പുതിയങ്ങാടി ചൂട്ടാട് ചേരിക്കൽ കോട്ടം എന്നറിയപ്പെടുന്ന കുർവാത്തൂർ തായ്പരദേവതാ ക്ഷേത്രത്തിലാണ് തിങ്കളാഴ്ച രാവിലെ മോഷണം നടന്നതായി രാവിലെ വിളക്കുവെക്കാനെത്തിയവർ കണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നതെന്ന് സംശയിക്കുന്നു. ശ്രീകോവിലിന്റെ വാതിൽപൂട്ട് തകർത്ത നിലയിലാണ്. മുൻപിലുണ്ടായിരുന്ന ക്ഷേത്രഭണ്ഡാരം പൂട്ട് തകർത്ത് പണം കവർന്നു. പഴയങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ PB സജീവും സംഘവും സ്ഥലത്തെത്തി. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി.
10 കുലകളായി അടക്കകളുള്ള കവുങ്ങ് കൗതുകമാകുന്നു. കണ്ണാടിപ്പൊയിൽ സ്വദേശി പവനന്റെ വീട്ടുപറമ്പിലെ കവുങ്ങാണ് കൗതുകമുണർത്തുന്നത്. കണ്ണാടിപ്പൊയിൽ സ്വദേശി പവനന്റെ വീട്ടുപറമ്പിലെ കവുങ്ങാണ് കൗതുകമുണർത്തുന്നത്. 10 കുലകളായി കിടക്കുന്ന അടക്കകളാണ് ഈ കവുങ്ങിലുള്ളത്. പാറപ്രദേശമാണ് ഇവിടം. കവുങ്ങിൽ സാധാരണ 2-3 കുലകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. എന്നാൽ 10 എണ്ണമുള്ള അടക്കാക്കുലകൾ കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. വൃക്കസംബന്ധമായ അസുഖം ബാധിച്ച് മാസങ്ങളായി ചികിത്സയിൽ കഴിയുന്ന പയ്യന്നൂർ ടൗണിലെ ഓട്ടോ ഡ്രൈവർ യു ഇസ്മയിലിനെ സഹായിക്കുന്നതിനു വേണ്ടി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CATUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളിൽ നിന്നും സമാഹരിച്ച ചികിത്സാ ധനസഹായം യൂണിയൻ പ്രസിഡന്റായ PV കുഞ്ഞപ്പൻ വീട്ടിലെത്തി ഏൽപ്പിച്ചു. വൃക്കസംബന്ധമായ അസുഖം ബാധിച്ച് ഏതാനും മാസങ്ങളായി ചികിത്സയിൽ കഴിയുന്ന പയ്യന്നൂർ ടൗണിലെ ഓട്ടോ ഡ്രൈവറായ യു ഇസ്മയിലിനെ സഹായിക്കുന്നതിനു വേണ്ടി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CATUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളിൽ നിന്നും സമാഹരിച്ച ചികിത്സാ സഹായധനം യൂണിയൻ പ്രസിഡന്റ് PV കുഞ്ഞപ്പൻ ഇസ്മയിലിന് കൈമാറി. വൃക്ക മാറ്റിവെക്കുന്നതിനാവശ്യമായ ചികിത്സാ ഫണ്ട് സ്വരൂപിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പയ്യന്നൂരിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇസ്മയിലിനെ സഹായിക്കുന്നതിന് വേണ്ടി തൊഴിലാളികളിൽ നിന്ന് ശേഖരിച്ച ഫണ്ട് ഇന്ന് ഇസ്മയിലിനെ ഏൽപ്പിക്കുകയുണ്ടായി. ഇസ്മയിലിന് വൃക്ക നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. സ്വാഭാവികമായിട്ടും കുറച്ചു കാലം രണ്ടുപേർക്കും ചികിത്സ വേണ്ടിവരും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്മയിലിനെ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം തൊഴിലാളികളുടെ എല്ലാം ഒരു ഉത്തരവാദിത്തമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് പയ്യന്നൂരിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു സാമ്പത്തിക സമാഹരണം നടത്തി ഇന്ന് ഇസ്മയിലിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. സെക്രട്ടറി UV രാമചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ M ശശി, വാർഡ് പഞ്ചായത്ത് മെമ്പർ PV ശ്യാമള, ഭാരവാഹികളും പ്രവർത്തകരുമായ PV പത്മനാഭൻ, KV ചന്ദ്രൻ, K അശോകൻ, N ദിവാകരൻ, K ചന്ദ്രൻ, ഭാസ്കരൻ, ബാബു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കർഷക സംഘം കരിവള്ളൂർ നോർത്ത് വില്ലേജ് കൺവെൻഷൻ കരിവള്ളൂർ AV സ്മാരക ഹാളിൽ നടന്നു. കർഷക സംഘം പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് V കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അനുവദിക്കില്ല, കേന്ദ്രം സഹായിക്കില്ല. UPയിലും ഇങ്ങനെ ഒരു ആലോചന നടന്നു, അവിടെയും പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകൾ ഈ കടം എഴുതി തള്ളാൻ ആലോചിക്കുന്നുവെങ്കിൽ കർഷക സംഘത്തിന്റെ വില്ലേജ് കൺവെൻഷനുകൾ നടന്നുവരുന്നതിന്റെ ഭാഗമായാണ് കരിവള്ളൂർ നോർത്ത് വില്ലേജ് കൺവെൻഷനും സംഘടിപ്പിച്ചത്. ചടങ്ങിൽ AV സുകുമാരൻ അധ്യക്ഷനായി. V ശശിമോഹനൻ, കാന ഗോവിന്ദൻ, MV അപ്പുക്കുട്ടൻ, C ഗോപാലൻ, TV നാരായണൻ മാസ്റ്റർ, TV രാമചന്ദ്രൻ, ഗംഗാധരൻ കോറോം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഡാറ്റാ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് തീരുമാനമാകാതെ കൃഷിഭവനിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകളിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കുക, ജൈവ പച്ചക്കറി കൃഷി എല്ലായിടത്തും വ്യാപിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷൻ പ്രമേയങ്ങളായി അവതരിപ്പിച്ചു. നിരവധി കർഷകർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കടലിൽ അപകടത്തിൽപ്പെട്ട 4 പേരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന ചാൾസൺ ഏഴിമലയെ അനുമോദിച്ചു. കുഞ്ഞിമംഗലം സഖാക്കൾ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് അനുമോദനവും സ്വീകരണവും സംഘടിപ്പിച്ചത്. കടലിൽ കുളിക്കാൻ വേണ്ടി കടലിലേക്ക് ഇറങ്ങി മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് കടലിലേക്ക് ഇറങ്ങിയിട്ടുള്ള കോളേജ് വിദ്യാർത്ഥികളിൽ 4 പേർ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നത് കണ്ട് തീരത്തിരുന്ന സഹവിദ്യാർത്ഥികൾ നിലവിളിക്കുകയും ആ നിലവിളി കേട്ടിട്ടാണ് വളരെ അപകടകരമായ കടലിലേക്ക് സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ പ്രിയങ്കരനായ സഖാവ് ചാൾസൺ എടുത്തു ചാടിയത്. കഴിഞ്ഞ ദിവസം പയ്യാമ്പലം ബീച്ചിൽ കടലിൽ കളിച്ചുകൊണ്ടിരിക്കെയാണ് 4 പേർ തിരയിൽപ്പെട്ടത്. തിരകൾക്ക് ജീവൻ കവർന്നെടുക്കാൻ വിട്ടുനൽകാതെ ചാൾസൺ ഏഴിമലയെന്ന നീന്തൽ വിദഗ്ധനാണ് 4 പേരെയും അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. ഇതിന്റെ പേരിലാണ് കുഞ്ഞിമംഗലം സഖാക്കൾ വാട്സ്ആപ്പ് കൂട്ടായ്മ ചാൾസന് അനുമോദനവും സ്വീകരണവും നൽകിയത്. കുഞ്ഞിമംഗലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര വിതരണവും TV രാജേഷ് MLA നിർവഹിച്ചു. M രജീഷ്, PV ദാമോദരൻ, PK പ്രജീഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ
കാങ്കോൾ ടൗണിൽ തെരുവോര ചിത്രരചന സംഘടിപ്പിച്ചു. ഉണ്ണിക്കാനായി ഉദ്ഘാടനം ചെയ്തു. 2017 ഓഗസ്റ്റ് 20-21 തീയതികളിൽ കണ്ണൂരിൽ വെച്ച് നടക്കുന്ന സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് കാങ്കോൾ ടൗണിൽ തെരുവോര ചിത്രരചന സംഘടിപ്പിച്ചത്. ആവിഷ്കാര സ്വാതന്ത്ര്യം വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ചിത്രരചന ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉണ്ണിക്കാനായി പറഞ്ഞു. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലഘട്ടമാണ്. ഒരു ചിത്രം, ആ ചിത്രം നമുക്കറിയാം, അത് പഴയ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്കറിയാം ആ ചിത്രം അത് വീക്ഷിക്കുന്നത് കലാകാരന്മാർ മാത്രമാണ്, കലയോട് താല്പര്യമുള്ളവർ. ഇന്ന് ആ സ്ഥിതി മാറി വന്നിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ചെറിയ പിഞ്ചു കുട്ടികളുമുണ്ട്. ചടങ്ങിൽ സവാക് പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് പയ്യന്നൂർ വേണു അധ്യക്ഷത വഹിച്ചു. ബാബു കിഷോർ, വിനോദ് കരിവെള്ളൂർ, KC മധു, VV പത്മനാഭൻ, ATP യൂസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് 25ഓളം ചിത്രകാരന്മാർ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ ചിത്രങ്ങൾ വരച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ ചൊവ്വേരി ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും ഉപഹാര സമർപ്പണവും സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച് അംഗീകാരം നേടിയവരെയാണ് ആദരിച്ചത്. നേരത്തെ ബാലൻ സൂചിപ്പിച്ചതുപോലെ ഈ ക്ലബിന്റെ ആരംഭം മുതൽ അത്ര സജീവമായിട്ടല്ലെങ്കിലും ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ കാണുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭാഗത്ത് ആദ്യമായിട്ടുണ്ടായ ഒരു ക്ലബായിരുന്നു. അതിവിടെ തുടങ്ങുന്നതിന് മുമ്പ്, കെട്ടിടം പണിയുന്നതിന് മുമ്പ് കേരള ഫോക്ലോർ അക്കാദമി ഗുരുപൂജ പുരസ്കാരം നേടിയ ഇ നാരായണൻ, ദുബായ് KMCCയുടെ AB അബ്ദുൽ സലാം ഹാജി സ്മാരക അവാർഡ് നേടിയ K ഭാസ്കരൻ മാസ്റ്റർ എന്നിവരെയാണ് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചത്. E ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ A മുകുന്ദൻ, P രാജേഷ്, MP ദിനേശൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് പരിസരത്ത് നടന്ന ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ മാത്തിൽ ഗുരുദേവ് കോളേജ് SFI യൂണിറ്റിന്റെ സഹകരണത്തോടെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കുഞ്ഞിമംഗലം B ടീം ജേതാക്കളായി. A ടീം റണ്ണറപ്പായി. ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ പയ്യന്നൂർ ജേതാക്കളായി. GHSS ചേലോറ കണ്ണൂർ റണ്ണറപ്പുമായി. ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഖോഖോ ക്ലബ്ബ് കുഞ്ഞിമംഗലം ജേതാക്കളായി. മാത്തിൽ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സമാപന ചടങ്ങിൽ വിജയികൾക്ക് SFI ഏരിയ പ്രസിഡന്റ് റാംഷാ പെരിങ്ങോം സമ്മാനദാനം നടത്തി. അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി K പ്രഭാവതി ടീച്ചർ, വൈസ് പ്രസിഡന്റ് VV ശിവരാമൻ, എക്സിക്യൂട്ടീവ് മെമ്പർ KV മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ 2 വർഷം നമ്മൾ സ്റ്റേറ്റിലും ജില്ലയും സ്റ്റേറ്റുമായിട്ട് കളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ജില്ലാ മത്സരം ഈ മാത്തിൽ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഗുരുദേവ് കോളേജിൻ്റെ നേതൃത്വത്തിലാണ് അവർ നമ്മൾക്ക് നടത്താൻ വേണ്ടി സൗകര്യം ചെയ്തു തന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ ജൂനിയർ ഗേൾസ്, ബോയ്സ്, സീനിയർ ബോയ്സ്, സീനിയർ ഗേൾസ് എന്നുള്ള കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ ഓഫ് തൈക്കൊണ്ടോ 14ാം വാർഷികാഘോഷം ചെറുകുന്ന് ബോയ്സ് സ്കൂളിൽ നടന്നു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കായംകുളത്തും ആറന്മുളയിലും ഒക്കെ നടക്കുന്നത് പോലെയുള്ള വലിയ ചുണ്ടൻ വള്ളങ്ങൾ അണിനിരക്കുന്ന വലിയ വള്ളംകളിയിലേക്ക് നമുക്ക് ഭാവിയിൽ പോകാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിക്കുന്ന, ഹരം കൊള്ളിക്കുന്ന ഒന്നാണ് വള്ളംകളി മത്സരം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓരോ വർഷം കഴിയുന്തോറും കാണികളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം 10,000-കണക്കിന് ആളുകളാണ് നമ്മുടെ വള്ളംകളി മത്സരം കാണാൻ ഈ പഴയങ്ങാടി എത്തിച്ചത്. സെപ്റ്റംബർ 10 പഴയങ്ങാടി പുഴയിൽ നടക്കുന്ന മാടായി ജലോത്സവം വൻ വിജയമാക്കുന്നതിന്റെ ഭാഗമായാണ് സംഘാടക സമിതി ഓഫീസ് പഴയങ്ങാടിയിൽ തുറന്നത്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജലോത്സവം നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. മാടായിയുടെ സാംസ്കാരികപരമായ മുന്നേറ്റമാണ് ജലോത്സവത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പഴയങ്ങാടിയിൽ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. ആബിദ, SV അബ്ദുൾ റഷീദ്, KV രാമചന്ദ്രൻ മാസ്റ്റർ, പവനൻ മൂലക്കിൽ, PV അബ്ദുള്ള, PM ഹനീഫ, പവിത്രൻ കുഞ്ഞിമംഗലം, K ശ്രീനിവാസൻ, P ജനാർദ്ദനൻ, PK നാരായണൻകുട്ടി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു. പയ്യന്നൂർ ടൗണിലെ ഓട്ടോ ഡ്രൈവറായ രാമതളി കുന്നത്തെരുവിലെ
പരേതനായ ചിരുകണ്ഠൻ ലക്ഷ്മി ദമ്പതികളുടെ മകൻ KV സുരേന്ദ്രനാണ് തിങ്കളാഴ്ച പുലർച്ചെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. 52 വയസ്സായിരുന്നു. ജൂലൈ 27-ാം തീയതി രാത്രി 8:30-യോടെ രാമന്തള്ളി പുന്നക്കടവ് പാലത്തിന് സമീപം സുരേന്ദ്രൻ ഓടിച്ച ഓട്ടോറിക്ഷയും എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. ഷീബയാണ് ഭാര്യ. 5 വയസ്സുള്ള അഷ്മിൻ ഏകമകളാണ്. ശ്യാമള, ഗിരിജ, ശൈലജ, അനിൽകുമാർ, അജിത, അനീഷ് എന്നിവർ സഹോദരങ്ങൾ. പയ്യന്നൂർ കേളോത്തെ ബാംബു ഫ്രഷ്, ശിഹാബുദ്ദീൻ ട്രേഡേഴ്സ് എന്നീ സ്ഥാപനങ്ങളുടെ ഉടമ കൗവായിയിലെ EMB മുഹമ്മദ് അലി ഹാജി നിര്യാതനായി. 62 വയസ്സായിരുന്നു. ഭാര്യ സുഹ്റ സിയാലി. സദ്ഗത്ത്, സുബേർ, ഷമീമ, ശിഹാബുദ്ദീൻ എന്നിവർ മക്കളാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC കേരള ഫുട്ബോൾ അസോസിയേഷന്റെയും സ്കോർലൈൻ സ്പോർട്സ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെയും സഹകരണത്തോടെ കണ്ണൂർ ജില്ലയിൽ ആരംഭിക്കുന്ന പരിശീലന കേന്ദ്രങ്ങളായ ഫുട്ബോൾ സ്കൂളുകളിലേക്ക് പ്രവേശനത്തിനായി കുട്ടിത്താരങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9947484740. മാറ്റുലി. അപ്രതീക്ഷിത ഹർത്താലുകൾ ജനങ്ങളെ വലയ്ക്കുന്നുണ്ടോ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. അപ്പോൾ ഇത് ഒരു രാത്രി കൊണ്ട് ഹർത്താൽ പ്രഖ്യാപിക്കുക, മറ്റന്നാൾ കടയടക്കണമെന്നെല്ലാം പറയുമ്പോൾ വലിയൊരു ദ്രോഹം. ഏത് പാർട്ടിക്കാരായാലും ആരായാലും ഈ ഹർത്താൽ കൊണ്ട് ജനങ്ങൾ വലയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിൽ പിന്തിരിയുന്നത് ഏറ്റവും ജനത്തോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ഇതുകൊണ്ട് ബന്ധപ്പെട്ടവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് അവർ ചിന്തിക്കേണ്ടതാണ്. ഒരു നേട്ടവും ഈ ഹർത്താൽ കൊണ്ട് ഈ ബന്ധപ്പെട്ടവർക്ക് ഉണ്ടാവുന്നില്ല. അത്രത്തോളം അവർക്ക് വെറുപ്പാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് അവർ തിരിച്ചറിയേണ്ടതാണ്. എന്തെന്ന് വെച്ചാൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇപ്പോൾ നമ്മളെ കേരളത്തിലെ ഹർത്താലാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഹർത്താൽ വേണ്ടുന്ന കാര്യത്തിന് ഹർത്താൽ ആവശ്യമാണ്. വേണ്ടാത്ത കാര്യത്തിന് ഈ ഹർത്താൽ ഉണ്ടാകുന്നത് നല്ല കാര്യമല്ല. പെട്ടെന്ന് ഹർത്താൽ ഇടുക. എത്ര ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു, എത്ര അമ്മമാർ, എത്ര കുഞ്ഞുങ്ങൾ പെരുവഴിയിൽ. ഇതിനെല്ലാം സർക്കാർ ഒരു സമാധാനം പറയണ്ടേ? ഇങ്ങനെ പെട്ടെന്ന് ഹർത്താൽ പ്രഖ്യാപിക്കുക. ഒരാളെ കൊല്ലും, അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഒരു ചെറിയ നിസ്സാരം, ഒരാളെ മകളെ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല ഹർത്താൽ. ഇതെല്ലാം ഒരു നല്ല അഭിപ്രായമല്ല, ഒരു നല്ല ഏർപ്പാടുമല്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല. ഈ അടുത്ത കാലത്തായി ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുകയുണ്ടായി, ഞങ്ങൾ ഹർത്താലിനെതിരാണ്. ആ മാതൃക പിന്തുടർന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അതേപോലെ തന്നെ വ്യാപാര സംഘടനകളും എല്ലാ സംഘടനകളും ഈ ഹർത്താൽ എന്ന സമര മുറ അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ കഷ്ടത്തിൽ നിന്നും കഷ്ടത്തിലേക്ക് കൂത്തുകുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ. രോഗികളെ ആശുപത്രിയിലെത്തിക്കാനും അതേപോലെ തന്നെ മുൻകൂട്ടി യാതൊരു വിവരവും അറിയാത്ത സ്ഥിതിക്ക് ദൂര യാത്രക്കാരൊക്കെ കഷ്ടപ്പെടുന്നത് പല പ്രാവശ്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ എന്താ രാഷ്ട്രീയ പാർട്ടിക്കാർ കാണുന്നില്ല. രാത്രി 12 മണിക്ക് പ്രഖ്യാപിക്കുന്ന നാളെ ഹർത്താലാണ്, പിറ്റേ ദിവസം 6 മണിക്ക് ഹർത്താൽ. ഇതെങ്ങനെയാണ് ജനങ്ങൾ സഹിക്കുക? ജനങ്ങൾ ഹർത്താലിനെതിരെ സംഘടിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം. ഈ ഏത് ചെറിയ പാർട്ടി പ്രഖ്യാപിച്ചാലും ഹർത്താൽ എന്ന് പറഞ്ഞാൽ അന്ന് ബസ് ഇറങ്ങില്ല, പ്രൈവറ്റ് ബസ് ഇറങ്ങില്ല, സർക്കാർ ബസ് ഇറങ്ങില്ല, വാഹനം ഇറങ്ങില്ല, പിന്നെ മറ്റൊന്നും തന്നെ ഉണ്ടാവില്ല. കടകൾ പൂട്ടിക്കിടക്കും, ഹോട്ടലുകൾ പൂട്ടിക്കിടക്കും. തലേ ദിവസം രാത്രിയൊക്കെ വിളിച്ചു പറയും നാളെ ഹർത്താലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ബുദ്ധിമുട്ടി തന്നെ. കാരണം ദൂരത്തുനിന്ന് ട്രെയിനിനൊക്കെ വന്ന് ഇറങ്ങുന്നവർ ഭക്ഷണം കിട്ടാതെയും വാഹനം കിട്ടാതെയും സ്വന്തം വീട്ടിലെത്താൻ വളരെ പ്രയാസം നേരിടുന്നു. അപ്പോൾ ഈ സമ്പ്രദായത്തോട് തീരെ യോജിക്കാൻ നിർത്തിയില്ല. ഹർത്താൽ വേണ്ട ചില രംഗങ്ങളുണ്ടാവും, അതൊരു പ്രതിഷേധത്തിൻ്റെ മാർഗമാണ്. പക്ഷെ തൊട്ടതിനും എടുത്തതിനും എല്ലാം ഹർത്താൽ പ്രഖ്യാപിക്കുക എന്നുള്ളത് ഒരു ശരിയായിട്ടുള്ള നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സന്ദർഭമാണ് ഈ ഹർത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാലത്തും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഹർത്താൽ എന്ന് പറഞ്ഞാൽ തീരെ പാടില്ല തന്നെയാണ്. ഈ പെട്ടെന്നുണ്ടായാലും പിന്നെ സാവധാനത്തിലുണ്ടായാലും തിരക്കില്ല. ഹർത്താലിന് നമ്മൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അത് നിർബന്ധമായിട്ട് ഉള്ളതായ ഒരു പ്രവൃത്തിയാണ് ഹർത്താൽ എന്ന് പറഞ്ഞാൽ. ഒരാളും ഈ ഹർത്താലിനെ അംഗീകരിക്കാൻ തോന്നുന്നില്ല. ഇനി അറിയിപ്പുകൾ.
പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ 1990 SSLC ബാച്ച് വിദ്യാർത്ഥിനികൾ ഓഗസ്റ്റ് 5-ന് 2 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ ഒത്തുചേരുന്നു. ഇതുവരെ അറിയിപ്പ് ലഭിക്കാത്തവർ ഇതൊരറിയിപ്പായി കരുതി പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് സംഘാടകർ അറിയിക്കുന്നു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അർഹരായ ഭൂരഹിത ഭവനരഹിതരുടെയും ഭൂമിയുള്ള ഭവനരഹിതരുടെയും കരട് ഗുണഭോക്തൃ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ലിസ്റ്റ് പൊതുജനങ്ങൾക്ക് പരിശോധനയ്ക്കായി പഞ്ചായത്ത് ഓഫീസ്, കളക്ടറേറ്റ്, കുടുംബശ്രീ CDS ഓഫീസ്, കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ്, അംഗൻവാടികൾ, വില്ലേജ് ഓഫീസ്, കാങ്കോൽ ആലപ്പടമ്പ ആരോഗ്യ കേന്ദ്രങ്ങൾ, കൃഷിഭവൻ മാത്തിൽ, ഗ്രാമകേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധനയ്ക്ക് ലഭ്യമാകും. ആക്ഷേപങ്ങളും അപ്പീലും ഓഗസ്റ്റ് 10 വരെ പഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടൽക്കര വീണ്ടും ആരവങ്ങളിലേക്ക്. 1.5 മാസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി സമാപിക്കും. കുരുക്കഴിഞ്ഞ പഴയങ്ങാടിയിലെ ട്രാഫിക് പ്രശ്നത്തിന് പരിഹാരമായി ഗതാഗത പരിഷ്കാരം നിലവിൽ വന്നു. ഗുണകരമായത് MLAയുടെ ഇടപെടൽ. കൃഷിയിലെ 25 സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം. പുളിങ്ങോം എടവരമ്പിലെ അമ്പാട്ട് ഏലിയാസിനാണ് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചത്. റേഷൻ കാർഡ് വിതരണം പൂർത്തീകരണത്തോടടുക്കുമ്പോഴും പരാതികൾക്ക് അവസാനമില്ല. കുറ്റൂർ മേനോൻകുന്ന് പട്ടികജാതി കോളനിയിലാണ് 10ഓളം കുടുംബങ്ങൾ സർക്കാർ വിലാസത്തിൽ സമ്പന്നരായത്. തൃക്കരിപ്പൂരിലെ മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ മണൽ ലോബിയുടെ കയ്യേറ്റ ശ്രമം. മനോരമ ലേഖകൻ TV ചന്ദ്രദാസിനു നേരെയാണ് കഴിഞ്ഞ ദിവസം കയ്യേറ്റ ശ്രമം നടന്നത്. അക്രമി സംഘത്തിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം. Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക്, നാടിന്റെ കരുത്ത്, നാട്ടാരുടെ സുഹൃത്ത്. പിലാത്തറ, കണ്ണൂർ. മനോഹർ ജുവലറീസ് ജുവൽ ഹൗസ്, ജുവൽ ജംഗ്ഷൻ, പയ്യന്നൂർ. അറേബ്യൻ ജ്വല്ലേഴ്സ്, പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. കല്യാൺ സിൽക്സ് വരെ ടൂർ പോയിട്ട് വരാം. കല്യാൺ സിൽക്സ്.